ഞാന് കാശ്മീർ ഉണ്ടായപ്പോ വെള്ളക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ചേതക്കിന് വന്ന ഒരു തന്നെ ഞാനും അവനുമാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആദ്യമേ വന്ന് പോയതാണ്. പിന്നെ വീണ്ടും രണ്ടാമത് വന്നപ്പോ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ചേതക്കിന് അവന്റെ ചേതക്കിനായിട്ടാണ് ഞങ്ങൾ ഉംലിംഗിലെ അറ്റൻഡ് ചെയ്തത്. അത് കേരളത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ 2 സ്ട്രോക്ക് വണ്ടി ഉംലിംഗിലേക്ക് കയറുന്ന മൊമെന്റ് ആണ്. അതെന്നാ അത്യാവശ്യം വൈറലായിരുന്നു. കണ്ടിട്ടുണ്ടാവും ആ മിലിറ്ററിക്കാരൻ റൊട്ടി കൊടുത്തിട്ട് വൈറലായ വെള്ളക്കൊമ്പ്. അപ്പൊ ഇവനായിട്ട് പോണ ടൈമില് ഈ മിൽക്കി വേ, അതായത് ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ ഏരിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൊട്ടി കാര്യങ്ങള് കൊടുത്തോണ്ട് ഈ മിലിറ്ററിക്കാരെ ക്യാമ്പിൽ ആക്സസ് ഭയങ്കര സുഖമായി. എവിടെ പോയി കഴിഞ്ഞാലും ഇവനെ ഐഡന്റിഫൈ ചെയ്യും, ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് ഫുഡ് കാര്യങ്ങൾ സ്റ്റേ കാര്യങ്ങളൊക്കെ അവർ വക ഫ്രീ ആയിട്ട് തരും. അപ്പൊ ഇവന്റെ ഡ്രീമാണ് അത് ഇങ്ങനെ എത്തിക്കണത്. അത് അറിയേയില്ല എത്താൻ പറ്റുമെന്ന്. കാരണം കുറെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോ ഞാനും കൂടെ ഉണ്ട്. എൻ്റെ ആകെ 85 മാത്രമേ ഉള്ളൂ ക്യാമറ. അപ്പൊ ഞാന് ഇവന്റെ കൂടെ പോയപ്പോ കുറച്ച് ഇരുട്ടായപ്പോ നമുക്ക് ക്യാമറയിൽ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ടെടുക്കുന്ന ആ മിൽക്കി വേന്റെ സ്റ്റാറിന്റെ സാധനം കണ്ണുകൊണ്ട് കാണാണ്. കാരണം 85 ഉള്ളതുകൊണ്ട് ഇവനെ ബുദ്ധിമുട്ടിക്കാനും പറ്റൂല. 85 എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ലോങ്ങിൽ നിന്ന് ഇവന്റെ സ്കൂട്ടറൊക്കെ വെച്ച് എടുക്കാം നമുക്ക്. പക്ഷെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തയില്ല. അപ്പൊ അത് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതെ. അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു ക്ലിക്ക് നമുക്ക് ആ സ്റ്റാർ കിട്ടും. ആ ലെവലാണ് ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാണ്ട് കണ്ണുകൊണ്ട് കണ്ടത്.